ഗൈസ്, ഇന്ന് നമുക്ക് പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കാം. ഞാൻ മിക്കുള്ള ദിവസം വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്റെ ഡൂഡിന്റെ ഫേവറേറ്റ് ആണ്. ആദ്യമേ ഞാൻ സാധനങ്ങളെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു. മെയിൻ ഐറ്റമായ പൊട്ടറ്റോയിൽ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുക്കണം. വെറുതെ കഴിക്കുക, ഇത് അടിപൊളിയാണ് എന്നും പറഞ്ഞ് ആദ്യമേ തിന്ന് തീർക്കല്ലോ, അവസാനം തിന്നാം. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിളും ചേർക്കാം. ഞാൻ ആകെ ഇവിടെ സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ. ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഉള്ളി എണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റി ഗോൾഡ് കളറാക്കി മാറ്റണം. മാറ്റിയത് വേണ്ട, അതിലോട്ട് തന്നെ മുട്ടയും പൊട്ടിച്ചൊഴിക്കണം. പിന്നെ കുറച്ച് ഉപ്പൂടെ ഇട്ട് ഇങ്ങനെ ചിക്കി ചിക്കി സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ എന്നും ഉണ്ടാക്കുമ്പോ ക്യാരറ്റും ബീൻസും ചേർക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇന്നത് ഇവിടെ ഇല്ല. പിന്നെ നമുക്കുള്ളത് വെച്ച് ഉണ്ടാക്കാം. മസാലകളായിട്ട് ഗരം മസാലയും ചിക്കൻ മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് തന്നെ ഓവറാണ്. അത് കഴിഞ്ഞ് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കണം, അപ്പൊ അടിപൊളി. പിന്നെ വേണ്ടത്ര ചോറ് അതിലോട്ട് തട്ടി കൊടുക്കണം. ഞാനിപ്പോ എനിക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ഡൂഡി ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന പൊട്ടറ്റോ ചേർക്കാം. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അവസാനം ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പോയി സലാഡ് ഉണ്ടാക്കി. ഇതില്ലാതെ ഒരു സുഖമില്ല ഗൈസ് കഴിക്കാൻ. ഫ്രിഡ്ജ് ഒഴിക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ. അങ്ങനെ അതിന്റെ ഭാഗമായ മാങ്ങയൊക്കെ കൊണ്ട് തന്നു. ഞാൻ എന്ത് കിട്ടിയാലും കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും. അവസാനം അടുത്ത വൃത്തിയാക്കലിനെടുത്ത് കളയും. അതാണ് ഇവിടെ പതിവ്. അങ്ങനെ കുറച്ചു നേരം ഞാനും അമ്മയും കൂടെ മാങ്ങയൊക്കെ തിന്നു. അപ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം സെറ്റാക്കി. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി സെറ്റ് ചെയ്തെടുത്ത്. എനിക്ക് ഇങ്ങനെയുള്ള റൈസ് ഒക്കെ കഴിക്കുമ്പോ അച്ചാറും സലാഡ് നിർബന്ധം. അച്ചാറില്ലാത്തോളം ടൊമാറ്റോ സോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഗൈസ്, സാധനം അടിപൊളിയായിരുന്നു. വെറുതെ പറയുന്നതല്ല, ശരിക്കും അടിപൊളിയായിരുന്നു. വെറുതെ ഞാനൊന്നും വീഡിയോ പറയാറില്ല. അപ്പൊ എല്ലാരും ഉണ്ടാക്കിക്കോ. അപ്പൊ ഓക്കെ.